വരിക ഇരിക്ക. എന്തേ പോന്നു? പഞ്ചായത്തൊക്കെ മത്സരിക്കണം. അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, പഞ്ചായത്ത് പോയി പറയണം. അല്ല, പഞ്ചായത്തൊക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ജയിക്കോ ഇല്ലേന്ന് നോക്കാൻ വന്നതാണ്. എന്തിനാ വെറുതെ ഉൾപ്പെടാൻ നിക്കണ്? അല്ല, ഉറപ്പായിട്ടും ജയിക്കും. ഏതായാലും നമ്മളൊന്ന് ഗണിച്ചു നോക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പോടുകൂടി വിജയിച്ച് കൈയിട്ട് വരാൻ ഒരുങ്ങാനിരിക്കുന്ന ഈ കുഞ്ഞിന് വിജയം കണ്ടെത്തി കൊടുക്കണം. നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കണം. വോട്ടുകൾ കക്കാത്ത കൊലത്തിൽ. അല്ല, എന്തിനാ ഈ മാസ്ക് വെച്ചേ? ഞാനിങ്ങോട്ട് വരുന്നതാരും കാണ്ടായിരിച്ചിട്ടാണ്. തോറ്റു കഴിഞ്ഞാൽ ഈ മാസ്ക് മേലൊന്നും ഒതുങ്ങൂല. ഒരു ചാക്കന്നെ തലേ കൗത്തി നടക്കേണ്ടി വരും. വെറുതെ വേണ്ടാത്ത പണിക്ക് വെക്കണോ? ഏതായാലും ഒന്ന് മുട്ടി നോക്കുക. ആ മുട്ട് പിന്നെ ബുദ്ധിമുട്ടാകരുത്. ആയിക്കോട്ടെ, ഏതായാലും നോക്കുക ഒന്ന്. അല്ല, നോണ പറയാനറിയോ? ആ പരിപാടി എനിക്കറിയില്ല. എന്നാ സംഗതി നടക്കൂല. കുറച്ചൊക്കെ നോണ പറയണം. നോണ പറയണം, അതുണ്ടാക്കി കൊടുക്കും ഇതുണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറയണം. അതാണിപ്പോൾ ട്രെൻഡ്. പിന്നെ മാത്രമല്ല, വളവിൽ പന്തളി ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കും എന്നുള്ള വാഗ്ദാനം മതി, കൊടുക്കണ്ട. പാലുണ്ടാക്കും, തോടുണ്ടാക്കും. അല്ല, തോട് ഉണ്ടാക്കണ്ട, അത് താനുണ്ടായിക്കോളൂ. അപ്പം ഇതൊക്കെ കൊടുക്കണം, വാഗ്ദാനം കൊടുക്കണം. അതിന് പറ്റുമോ? എന്തുണ്ടാക്കി കൊടുക്കുക, ജയിച്ചാ മതി. അതിനെ സ്വഭാവം കൂടി നന്നാകണം. സ്ഥാനാർത്ഥിയാകാൻ ആക്ര കാട്ടിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ വോട്ടിട്ടുള്ളൂ. ഏതായാലും നിങ്ങളൊന്ന് നോക്കി പറഞ്ഞാണ്. അയൽവാസികളെ വോട്ട് 4-5 കിട്ടൂല കേട്ടോ. ഇപ്പം അയൽവക്കത്തു നിന്നല്ല, ഇപ്പം എൻ്റെ പേരേലെ വോട്ടെന്നപ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഉറപ്പില്ല. പിന്നെ എന്തിനാ ഒരുമ്പട്ട പരിപാടിക്ക് നിൽക്കണേ? തോറ്റാലും വേണ്ടില്ല, എനിക്കും ജയിക്കണം. അപ്പം എനിക്ക് ജയിക്കണം. ഞാനൊരു ഏൽസ് തരാം. അത് കെട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പോയി വോട്ട് വയ്ക്കുക. അപ്പം വോട്ട് എനിക്ക് തരാനുള്ള മനസ്സോൽക്കുണ്ടാവും. അതന്നെ ഇനി മാർഗം. ഇതേ, ഈ ഏൽസ് അരയിൽ കെട്ടുക. കെട്ടണമെങ്കിൽ ചരട് ഇവിടുന്ന് തരൂല. എൻ്റെ അരയിൽ കത്താൻ പറ്റിയ ചരടൊന്നും ഇവിടെ ഇല്ല. ഇജ്ജ് പീടിയെന്ന് വാങ്ങിക്കോ. 2.5-3 മീറ്ററൊക്കെ വേണ്ടി വരും. എന്നാ പിന്നെ ഞാൻ വരാം. എന്നാ ദക്ഷിണ ഉണ്ട് തരിക. ദക്ഷിണ ജയിച്ചിട്ട് എന്നാ പോരെ? ജയിച്ചിട്ടോ? ഇജ്ജ് ചിലക്കാതെ കണക്ക് നോക്കിയാ കായുണ്ട് കെട്ടിയാ 5 കൊല്ലം കഴിഞ്ഞാലും അന്നൊക്കെ ഈ പഞ്ചായത്തിൽ കാണൂ. എന്നിട്ട് ഈ നക്കുബറില്ലാത്ത ഇജ്ജൊക്കെ മത്സരിക്കാൻ നിൽക്കണോ? ഇജ്ജൊക്കെ ജയിക്കല്ല, തോറ്റ് പണ്ടാരം ഇറങ്ങട്ടെ.